വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 35-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. 35-ാമത്തെ ഈ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ സാമാന്യ അർത്ഥം പറയാം. ഭാവേന മുഗ്ധചപലേന വിലോകനേന മന്മാനസേ കിമപി ചാപലമുദ്വഹന്തം ലോലേന ലോചനരസായനമീക്ഷണേന ലീലാകിശോരമുപഗൂഹിതുമുത്സുകോസ്മി. ലീലാരസത്തിലിളകും നയനാഭയാലേ ആലോലമാക്കി മമ മാനസമാക്കിശോരൻ. ആലോലഭാവമൊടു ദർശനമേകിടും ശ്രീകൃഷ്ണസ്വരൂപം ഇവനാഗ്രഹമൊന്നു പുൽകാൻ. കഴിഞ്ഞ തവണ നമ്മൾ സമാധി വിഘ്നം ആഗ്രഹിക്കുന്ന സ്വാമിയാരെയാണ് കണ്ടത് അല്ലേ? സമാധിയിലിരിക്കുമ്പം ഭഗവാന്റെ ഓടക്കുഴൽ വിളി കൊണ്ട് സമാധി വിഘ്നം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അവസാനം ഈ ശ്ലോകത്തിൽ എല്ലാവരും സമാധി സുഖം ആഗ്രഹിക്കുമ്പോൾ സ്വാമിയാരെന്തിനാണ് ഈ സമാധി വിഘ്നം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഈ ശ്ലോകം. ഭഗവാന്റെ ബാലഭാവത്തിലുള്ള അതിമനോഹരവും ചഞ്ചലവുമായ നോട്ടം, അതുപോലെ രസകരമായ ബാലകേളികൾ, ഇവയൊക്കെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആരെയാണോ മനസ്സിൽ കാണാൻ ആഗ്രഹിച്ച് സമാധി ചെയ്യുന്നത് ആ പരമാനന്ദമൂർത്തിയെ ഞാൻ നേരിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ആഗ്രഹപൂർത്തി എന്നാണ് സ്വാമിയാർ പറയണത്. വെച്ചാൽ എല്ലാവരും ഭഗവാന്റെ രൂപം മനസ്സിൽ നിന്ന് തെളിഞ്ഞ് കാണാനായിട്ടാണ് സമാധിയിൽ ഇരിക്കുന്നത്. ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞ് വരണേന്ന് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ സ്വാമിയാരത് നേരിട്ട് കണ്ണിൻ്റെ മുമ്പിൽ നേരിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് സമാധി വിഘ്നമായി ഞാൻ കരുതുന്നേ ഇല്ല എന്നാണ് സ്വാമിയാർ പറയണത്. അങ്ങനെ ഭഗവാൻ വന്ന് എൻ്റെ സമാധി മുടക്കിയാൽ അതും എൻ്റെ അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമാധി വിഘ്നത്തെ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. അധീരബിംബാധരവിഭ്രമേണ ഹർഷാർദ്രവേണുസ്വരസമ്പദാച അനേന കേനാപി മനോഹരേണ ഹാഹന്ത ഹാഹന്ത മനോധുനോതി. ചെമന്ന ചുണ്ടിൻ ചലനത്തൊടൊത്താ വേണോനിനാദം പരിതുഷ്ടി അതോടയൻ ചിത്തമശാന്തമായി ഹാഹന്ത ഹാഹന്ത അതെന്തു ചൊൽവാൻ. ഇത് വിപരീതാഖ്യാനകി എന്ന വൃത്തത്തിലാണ്. ഓടക്കുഴൽ വിളിക്കുമ്പോഴുള്ള ഭഗവാന്റെ മനോഹരമായ ചുണ്ടുകളുടെ ചലനവും ആ ഓടക്കുഴൽ വിളി കേൾക്കുന്നവരെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന ആ ഓടക്കുഴൽ വിളി നാദവും ആലോചിക്കുന്തോറും എൻ്റെ മനസ്സിന് വിഭ്രമം ഏറി വരുന്നു എന്നാണ്. ഈ ഓടക്കുഴൽ വിളിക്കുമ്പോഴുള്ള ചുണ്ടിൻ്റെ ചലനം അതിമനോഹരമാണ്. അത് നമ്മൾ മുമ്പൊരിക്കലും ഒരു ശ്ലോകത്തിലും കണ്ടതാണ്. ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉള്ള ഭഗവാന്റെ മുഖത്തിൻ്റെ ചലനങ്ങളൊക്കെ, കണ്ണിൻ്റെയും പുരികത്തിൻ്റെയും ചുണ്ടിൻ്റെയും ഒക്കെ ഒരു ശ്ലോകത്തിൽ അത് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയണത് ആ ഒരു ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉള്ള ഭഗവാന്റെ ചുണ്ടുകളുടെ ചലനവും ഓടക്കുഴൽ വിളി നാദവും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും തോറും എൻ്റെ മനസ്സിന് ഭ്രമം ഏറി വരികയാണ്. ഭഗവാനെ ഒന്ന് കാണാനുള്ള ആഗ്രഹവും ഭ്രമവും ഏറി വരികയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഒരു ശ്ലോകം കൂടി നോക്കാം.
ഈ ചെറിയ ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ട് നമുക്കൊരു 3-4 നോക്കാം എന്നാണ് തോന്നുന്നത്. യാവന്നമേ നിഖിലമർമ്മദൃഢാഭിഘാത നിസ്സന്ധിബന്ധനമുദേത്യ സവോപതാപ താവദ്വിഭോ ഭവതു താവകവക്ത്രചന്ദ്രചന്ദ്രാതപദ്വിഗുണിതാ മമ ചിത്തധാര. എൻ സന്ധിയൊക്കെ മരണം പിടികൂടി ദുഃഖസങ്കേതമാക്കുമൊരു സന്ധി വരുന്ന നാളും ചന്ദ്രോപമാനമുഖദർശന സൗഭഗത്താൽ എൻ ചിന്തയെ ഇരുമടങ്ങു സുദീപ്തമാക്കൂ. ഇതും വസന്തതിലകം വൃത്തത്തിലാണ്. ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ പറ്റിയുള്ള സ്മരണം നമ്മൾ സാധാരണ മനുഷ്യർക്ക് സംസാരസാഗരം, നമ്മൾക്ക് ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുക, നമ്മൾ അതിൻ്റെ പ്രാരബ്ധങ്ങളും അതിലൊക്കെ മുങ്ങിക്കിടക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക്, ജീവിത പ്രാരബ്ധങ്ങളുമായിട്ട് കഴിയുന്നവർക്ക് പലപ്പോഴും ഭഗവാനെ സ്മരിച്ച് സമാധിയിലിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഈ എല്ലാ പ്രാരബ്ധങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ഓർത്താലായി, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും അസാധ്യമാണ് ധ്യാനവും, ഭഗവാനെ സ്മരിക്കുന്നത് തന്നെ പലപ്പോഴും അസാധ്യമാണ്. ആണെങ്കിലും മരിക്കുന്നത് വരെ ഭഗവാനെ മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം തരണേ. നമ്മളിപ്പോൾ നമുക്കിഷ്ടമുള്ള ആളെ എപ്പോഴും ഓർത്തില്ലെങ്കിലും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഒരാളെ നമ്മൾ പണ്ട് കണ്ട് പരിചയപ്പെട്ട ആരെങ്കിലും ഒരൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളെയും ഒക്കെ നമ്മൾ എപ്പോഴും ഓർക്കണില്ലെങ്കിലും മറന്നു പോയിട്ടുണ്ടാവില്ല അല്ലേ? അതേപോലെയാണ് സ്വാമിയാർ പറയണത്. നമ്മളുടെ ഈ എല്ലാ ജീവിത പ്രാരബ്ധങ്ങളുടെയും ഇടയിൽ ഭഗവാനെ ഓർത്തില്ലെങ്കിലും മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം തരണേ എന്നാണ് പറയണത്. ജനനമരണാത്മകമായ ഈ സംസാരത്തെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ഈ ഒരു ജീവിതം കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്നത് വരെ എൻ്റെ മനസ്സ് ഭഗവാന്റെ മനോഹരമായ ആ മുഖമാകുന്ന ചന്ദ്രനെ നിരന്തരം ധ്യാനം ചെയ്യുമാറാകണേ, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്നാണ് ഈ ശ്ലോകത്തിൽ സ്വാമിയാർ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.